ഇത് ഇത് തേയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഉള്ളതാരാ? ജെ കെ. ആ തേ. ജെ കെ, നീ എന്താ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നേ? നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ? ആ അത് അത് തേ, ആ റൂമിൽ നിന്നെപ്പോലെ തന്നെ ഒരാളുണ്ട്. ഞാൻ അത് നന്നായിട്ട് കണ്ടു. നിന്നെപ്പോലെ തന്നെയുണ്ട്. ഏ എന്നെ പോലെയോ? അതെ അതെ, നിന്നെപ്പോലെ തന്നെ. നീ ഇങ്ങോട്ട് വന്നേ, നമുക്കിവിടുന്ന് പോകാം, വാ. അത് അത് തേ അവിടെ. ജെ കെ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ റൂമല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും പോവരുതെന്ന്. ഇവിടെ ഇങ്ങനെ പല മായക്കാഴ്ചകളും കാണും. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ, വാമ്പയറുകൾക്ക് എൻ്റെയും നിൻ്റെയും എന്ത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. അത് തന്നെ അവിടെയും കാണുന്നത്. നീ വരാൻ നോക്കിയേ. ഇതങ്ങനല്ലത്തെ. ആ മുറിയിലുള്ള ആളും നീയും ഒരേപോലെയാണ് കാണാൻ. എല്ലാ അർത്ഥത്തിലും, വസ്ത്രധാരണത്തിലും മറ്റും എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരേപോലെയാണ് കാണാൻ. നീ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിക്കേ, അപ്പം നിനക്ക് മനസ്സിലാവും. എനിക്കൊന്നും കാണണ്ട. നീ ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇപ്പം എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞാൽ അങ്ങ് വന്നാൽ മതി. എന്തായാലും നിനക്ക് എൻ്റെ അത്ര അറിവൊന്നുമില്ലല്ലോ ഈ സ്ഥലത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇനിയും നീ ഇതുപോലെ ഞാൻ പറയുന്നത് ധിഖരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിന്നെ ഇവിടെ നിർത്തണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച്. ഇനി എന്താ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം. ഞാൻ വരാം. ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. തേ എന്തിനാ എന്നോട് അത്രയും ദേഷ്യപ്പെട്ടെ? ആ മുറിയിലുള്ള ആളും തേയും ഇനി ഒന്നാണോ? അതോ അതിലാരാ വാമ്പയർ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അതിലൊരാൾ വാമ്പയറാ. അത് ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതെന്തായാലും കണ്ടുപിടിക്കണം. രാവിലെ ആട്ടെ, നോക്കാം. പ്രഭു. വരൂ. പ്രഭു, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ. ഇപ്പോൾ തന്നെ അവന് അങ്ങയുടെ മേൽ സംശയങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനത് അന്വേഷിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ പെട്ടെന്നാക്കിക്കൂടെ? നിർത്തു നിൻ്റെ വിഡ്ഢിത്തം. നീ പൊലമ്പുന്നത് ആരോടാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. ഈ പ്രപഞ്ചത്തിലെ തന്നെ എല്ലാ ആത്മാക്കളുടെയും പിശാചുക്കളുടെയും ദുഷ്ടശക്തികളുടെയും വാമ്പയറുകളുടെയും രാജാവായ നമ്മോടാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. മാപ്പാക്കണം പ്രഭു, നാം അങ്ങയോടുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞു പോയതാ. നിനക്ക് എല്ലാം അറിയാവുന്നതല്ലേ അലക്സാണ്ടർ? നാം ഇത്രയും നാളെ കാത്തിരുന്നത് വിഫലമാക്കാനാണോ നീ പറയുന്നത്? നാം കാത്തിരുന്ന സുദിനം എത്താൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതിനായിട്ടാണ് നാം ഇത്രയും നൂറ്റാണ്ടുകളായി കാത്തിരുന്നത്. 12 യുഗങ്ങൾ കൂടുന്തോറും ഭൂമിയിൽ പ്രത്യക്ഷമാകുന്ന മഹാ അത്ഭുതമാണ് ഡാർക്ക് മൂൺ. അന്ന് ഈ ലോകം മുഴുവനും കറുത്ത അന്ധകാരത്തിലായിരിക്കും. അന്ന് ഞാനും അവനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ എന്നേക്കുമായി അജയനായി തീരും. ആ ദിനത്തിനായിട്ടാണ് നാം ഇത്രയും നാളായി കാത്തിരുന്നത്. പിന്നെ നാം എന്തുകൊണ്ടാണ് അവനെ തന്നെ ഇതിൽ തിരഞ്ഞെടുത്തതെന്നറിയാമോ? കാരണം വിശിഷ്ട ജന്മം അവൻ്റെ. മഹാശക്തിയാർന്ന നാഗപഞ്ചമി ദിനത്തിലാണ് അവൻ ജനിച്ചത്. അതുമാത്രമല്ല, നാം ഇത്രയും നാളും കാത്തിരുന്ന എല്ലാ ഗുണങ്ങളോടു കൂടിയ യുവാവാണവൻ. അതായത് നാഗപഞ്ചമി ദിനത്തിൽ വെള്ളിയാഴ്ച രാത്രിയുടെ 7-ാമത്തിൽ ജനിച്ച കന്യകനായ യുവാവാണവൻ. അവൻ്റെ സ്വമനസ്സാലെ അവൻ്റെ ശരീരവും മനസ്സും എനിക്ക് കാഴ്ചവെക്കണം. അതും ഇരുണ്ട ചന്ദ്രപക്ഷം, സൂര്യനും ചന്ദ്രനും സംയോജിതമാകുന്ന അമാവാസ്യ രാത്രിയിൽ. അപ്പോൾ പ്രഭു തേയോങ്ങ് അവനെന്തിനാ അങ്ങ് ഇവിടെ എത്തിച്ചത്? അവൻ എനിക്ക് ജെ കെയുടെ അടുത്തെത്താനുള്ള വെറും ഒരു തുറുപ്പ് ചീട്ട് മാത്രമാണ്. കാരണം എനിക്ക് ജെ കെയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആരെയും ആകർഷിക്കാൻ കഴിയുന്ന മിഴികളോട് കൂടിയതും ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും സുന്ദരനായ ഒരു യുവാവിൻ്റെ ബാഹ്യരൂപം ആവശ്യമായിരുന്നു. അതാ ഞാൻ അവനെ ഇവിടെ എത്തിച്ചത്. പിന്നെ ജെ കെ ഇപ്പോൾ എന്നിൽ ആകർഷണനായിരിക്കുന്നു.
അതായത് നമ്മുടെ ബാഹ്യരൂപമായ തേയുടെ രൂപത്തോട്. അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. പിന്നെ തേ എവിടെയാന്ന് ജെക്ക് കണ്ട സ്ഥിതിക്ക് അവനെ അവിടെ നിന്ന് എത്രയും വേഗം മാറ്റണം. കാരണം നാളെ രാവിലെ ആയ ജെക്ക് തപ്പിയിറങ്ങുന്നത് അവനെ കാണാനായിരിക്കും. അതുകൊണ്ട് അതൊരിക്കലും സംഭവിച്ചുകൂടാ. ഇപ്പോൾ തന്നെ തേനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം. ശരി പ്രഭു. ഓ, നേരം വെളുത്തു. ഇന്നലെ കണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ജിമിനെയും കൂടെ വിളിക്കാം. എന്തായാലും അവനിനി എഴുന്നേറ്റ് കാണൂ. നല്ല ഉറക്കത്തിലാണല്ലോ ആശാൻ. ഡാ ജിമിനെ. എന്താടാ പൊട്ടി, നിനക്ക് ഇത് തന്നെയാണോ പണി? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. അല്ലേ തന്നെ മനുഷ്യൻ ഈ പ്രേതക്കോട്ടയിൽ എപ്പോഴാണ് ഒന്ന് കണ്ണടയ്ക്കുന്നതെന്നും മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ തന്നെ വന്ന് വിളിച്ചോണം. കണ്ണൊക്കെ നമുക്ക് പിന്നെ അടയ്ക്കാം. നീ ഇപ്പം എൻ്റെ കൂടെ ഒന്ന് വന്നേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? നീ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ആദ്യം പൊന്നുമോനെ കിടക്കപ്പായെന്നൊന്ന് എഴുന്നേക്ക്. എന്നിട്ട് നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ. വാ. എടാ ജെക്കെ, നീ അവിടെ നിന്നേ. കുറേ നേരമായല്ലോ ഈ നടപ്പ് തുടങ്ങിയിട്ട്. നീ എന്താ ആളെ കളിയാക്കുന്ന? എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു മനുഷ്യനെ കിടക്കപ്പായെന്ന് വിളിച്ചോണ്ട് വന്നിട്ട്. എടാ നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നീ വാ. ഒരു സ്ഥലം വരെയോ? എവിടേക്ക് പോകണമെന്ന്? അതൊക്കെ ഉണ്ട്. നീ ഇപ്പോൾ ഫസ്റ്റ് എന്നോട് വരാൻ നോക്ക്. ഞാൻ നിന്നോട് എല്ലാം പറയാം. ഇന്നലെ ഞാൻ ഈ മുറി കണ്ടതാണല്ലോ. അപ്പോൾ ഇത്ര പെട്ടെന്ന് എവിടെ പോയി? ഇവനെന്ത് പറ്റി പെട്ടെന്ന് പന്തം കണ്ട പെരിച്ചാഴിനെ പോലെ നിൽക്കുന്നു? എടാ ജെക്കെ. മനുഷ്യൻ്റെ ചെവി. എന്താടാ, ഞാൻ നിൻ്റെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? പിന്നെന്തിനാ നീ ഇങ്ങനെ കിടന്ന് അലർന്നേ? അത് കൊള്ളാം. ഞാനിപ്പോൾ വിളിച്ചതായോ കുറ്റം? 10 മിനിറ്റായി നീ ആ മുറിക്കുള്ളി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിനും വേണ്ടി ആ മുറിക്കുള്ളി നോക്കാൻ അതിലെന്താ ഉള്ളത്? നിനക്കെന്തോ രാവിലെ തന്നെ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്ന് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് സ്റ്റാച്ചു പോലെ ഏതോ മുറിക്കുള്ളിൽ നോക്കി നിൽക്കുന്നു. നിനക്ക് എന്താടാ, വട്ടാണോ? വട്ട് നിൻ്റെ തന്തയ്ക്ക്. ഇപ്പോൾ ഓക്കെ ആയി. എടാ, ഞാൻ ഇന്നലെ രാത്രി ഈ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിനകത്ത് തേയിനെ കണ്ടടാ. തേയിനെയോ? പക്ഷേ അത് തേയാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ മുറിക്കുള്ളിൽ കണ്ട ആളും ഇവിടെയുള്ള തേയും കാണാൻ ഒരേപോലെ ആയിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. അയാളുടെ ദേഹം മുഴുവനും മുറിവുകളും അതുപോലെ തന്നെ കുറേ അടിച്ച പാടുകളും മാത്രമായിരുന്നു. അതുകൂടാതെ ആരോ അയാളെ ആ മുറിയിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്ന് നോക്കിയപ്പോൾ അയാളെ മുറിയിൽ കാണുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി കണ്ടതാ. അതിപ്പോൾ ആരാ? അതും തേയിനെ പോലെ. ഇന്നലെ നീ അയാളെ ഈ റൂമിൽ കണ്ടെങ്കിൽ ഇപ്പോഴയാളെ ആ റൂമിൽ കാണേണ്ടതല്ലേ? ഇനി നിനക്ക് വെറുതെ ഇന്നലെ രാത്രി തോന്നിയതാണെങ്കിലോ? അല്ല, ശരിക്കും ഞാൻ കണ്ടതാ. ഇന്നലെ രാത്രി ഞാൻ റൂമിലിരുന്നപ്പോൾ ആരുടെ കരച്ചിൽ കേട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ റൂമിൽ നിന്നാണ് കരച്ചിൽ കേട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്. അയാൾ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഞാൻ അത് നോക്കാനായിട്ട് പോയപ്പോഴാണ് തേ വന്നത്. തേയോട് ഞാൻ പറഞ്ഞു ഈ കാര്യം. പക്ഷെ തേ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. തേയോ? തേ എന്തിനാ ആ സമയത്ത് ഇവിടെ വന്നത്? നിന്നോടെന്തിനാ പിന്നെ അവൻ ദേഷ്യപ്പെട്ടെ? അവൻ എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പോകുന്ന സ്ഥലത്തല്ല എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. അവനവിടെ വരാറുണ്ട്. പിന്നെ അവൻ ദേഷ്യപ്പെട്ടത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിനാ. അവനോട് കുറേ വഴക്ക് പറഞ്ഞു. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളുടെ റൂമല്ലാതെ മറ്റൊരു റൂമിലേക്കും പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാ. അവനോട് ഞാൻ പറഞ്ഞതാ, ഈ റൂമിൽ നിന്നെപ്പോലെ ഒരാളുണ്ട്, നീ ഒന്ന് നോക്കാൻ. പക്ഷെ അവൻ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഇതൊക്കെ വെറും മായ കാഴ്ചകൾ മാത്രമാണ് അവിടെ നിന്ന് വരാനാവും പറഞ്ഞത്. എനിക്ക് തേന് നല്ല സംശയമുണ്ട്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ കണ്ട 2 പേരിൽ ഒരാൾ വാമ്പയറാണ്. വാമ്പയറോ?
നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. എടാ ഞാൻ സത്യമാണ് പറഞ്ഞേ, എനിക്ക് തേന് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് നോക്ക്, അവൻ പകൽ സമയങ്ങളിൽ ഇവിടെ കാണാറുണ്ടോ? സൂര്യൻ അസ്തമിച്ച് 6 മണിക്ക് ശേഷമാണ് അവൻ വരാറ്. നീ കഥകളിലും സിനിമകളിലെല്ലാം കണ്ടിട്ടില്ലേ വാമ്പയറുകൾക്ക് പകൽ സമയത്ത് വരാൻ കഴിയില്ലെന്ന്. ഡാ അതൊക്കെ ശരിയാ, പക്ഷേ ഈ ഒരു കാര്യം മാത്രം വെച്ച് നമുക്കവൻ വാമ്പയറാണെന്ന് പറയാൻ പറ്റുമോ? അവൻ ജോലിയുടെ എന്തോ ആവശ്യത്തിന് പോണെന്നല്ലേ നിന്നോട് പറഞ്ഞേ. ജോലിയുടെ എന്താവശ്യം? അവൻ്റെ ജോലി ഇവിടെ അല്ലേ. ജോലിയുടെ ആവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ ജോലിയുടെ സംബന്ധമായ എന്തെങ്കിലും അവൻ വരുമ്പോൾ കൊണ്ടുവരാറുണ്ടോ? പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പോകണോ? അതുകൂടാതെ ഏതെങ്കിലും ഒരു പകൽ സമയത്ത് നമ്മൾ അവനെ ഇവിടെ കണ്ടിട്ടുണ്ടോ? അതും ശരിയാ, പക്ഷേ അവൻ വാമ്പയർ ആണെങ്കിൽ തന്നെ അത് നമ്മളങ്ങനെ കണ്ടുപിടിക്കും. അതാ ഞാനും ആലോചിക്കുന്നത്. ആ കിട്ടി, ഒരു മാർഗമുണ്ട്. എന്താടാ, എന്ത് മാർഗം? ഡാ ഞാൻ ഇവിടെ ഒരു ശവപ്പെട്ടി കണ്ടിട്ടുണ്ട്. ശവപ്പെട്ടിയോ? ആ ശവപ്പെട്ടി തന്നെ. എനിക്ക് തോന്നുന്നു അതിലായിരിക്കും പകൽ സമയങ്ങളിൽ ആ വാമ്പയറിൻ്റെ ശരീരം ഉള്ളത്. അത് തുറക്കാൻ പറ്റിയ എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും. പക്ഷേ ആ റൂം പൂട്ടിയിരിക്കുക, അതാ ഒരു പ്രശ്നം. പൂട്ടിയിരിക്കുകയാണെന്നോ? അപ്പോൾ നമ്മളതങ്ങനെ തുറക്കും? താക്കോൽ എവിടെയായിരിക്കും ആ റൂമിൻ്റെ? അതെനിക്കറിയില്ല, കണ്ടുപിടിക്കണം. പിന്നെ ഒരു പക്ഷെ ഞാനെന്ന് കണ്ട ബുക്കിൽ കാണുമെങ്കിലോ, താക്കോൽ എവിടെയാണെന്നും വാമ്പയറിനെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്നുമെല്ലാം. ബുക്കോ? ഏത് ബുക്ക്? ബുക്ക് തന്നെ, അതൊക്കെയുണ്ട്. നീ ഇപ്പോൾ എൻ്റെ കൂടെ വാ. ഡാ എങ്ങോട്ടാ? നീ വാ, ഞാൻ പറയാം. സമയം ഒട്ടും കളയാനില്ല. തേ വരുന്നതിന് മുമ്പ് നമുക്കത് പോയി എടുക്കണം. വാ. എടാ നമ്മളിത് എങ്ങോട്ടാ? എനിക്ക് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ശരിക്കും പേടി തോന്നുന്നുണ്ട്. എടാ നീ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അത് തന്നെ എൻ്റെ പേടി. പോടാ പട്ടി, വരാൻ നോക്ക്. എന്താടാ അത്? എടാ അതൊന്നുമില്ല. നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും നിധിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിക്രമിച്ച് കടക്കുമ്പോൾ അവിടുത്തെ സ്ഥലത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഈ പാമ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടില്ലേ, അത്രയേ ഉള്ളത്. അതിക്രമിച്ച് കടന്നെന്ന? അതാര്? എപ്പാ? അതോടെ നിൽക്കട്ടെ. നീ ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് ഒരു വട്ടം. അത് നീ ഇവിടെ വരുന്നതിന് മുമ്പാ. വന്നിട്ടുണ്ടെന്നാ? എന്നിട്ടാണോടെ പട്ടി ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിനക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരാന്നിടത്തേണ്ടി. അതെന്തിനാ ഞാൻ ഒറ്റയ്ക്ക് വരുന്നേ? എൻ്റെ കൂടെ ഒരു ധൈര്യശാലി ഉള്ളപ്പോൾ. അതാരാ? അത് നീ തന്നെ. ഒന്നും അറിയാത്ത പോലെ പോ. എനിക്കറിയാലോ നിനക്ക് ഒടുക്കത്തെ ധൈര്യമാണെന്ന്. അത് ഞാൻ തന്നെയാ. എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് ഒടുക്കത്തെ ധൈര്യമാണ്. കണ്ടില്ലേ ഞാൻ ചിരിക്കുന്നേ? അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതല്ല ഞാൻ നിന്നെയും കൂട്ടി വന്നേ. എന്നാൽ നമുക്ക് പോയാലോ? പോവാം. വാ, എന്താ നിൽക്കുന്നേ? ഞാൻ ഇല്ലേ കൂടെ? വാ. പിന്നെ ചേക്കെ നേരത്തെ കണ്ടതുപോലെ ഒന്നും ഇനി ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അതറിയില്ല. നിനക്കെന്താ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പ്രേതക്കോട്ടയിലേക്ക് സ്വാഗതം. പറഞ്ഞ് നാവ് വായിലിട്ടില്ല, അപ്പോഴേക്കും വന്ന്. ജെക്കെ ദേ നിന്നെ സ്വാഗതം ചെയ്യുന്നു. നീ ഫ്രണ്ടിൽ നടന്നോ, ഞാൻ പുറകെ വന്നോളാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. എന്നെ മാത്രമല്ല സ്വാഗതം ചെയ്ത്, നിന്നെയും കൂടെയാ. വന്നേ വന്നേ. എടാ അകത്തേക്ക് പോണോ? ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോയാൽ പോരെ? അതൊന്നും പറ്റില്ല. നീ നടന്നേ, വേഗം നടക്ക്. നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ പട്ടി. അതല്ലേ. എടാ ജിമിന, ദേ അതാ ബുക്ക്. എവിടെ? ദേ അവിടെ. നീ എങ്ങോട്ടായി നോക്കുന്നത്? ദേ അങ്ങോട്ട് നോക്കട പൊട്ടാ, അവിടെയാ. ഇതാണ് ബുക്ക്. ഇതാരെ ഇങ്ങനെ വായിൽ തൂക്കിയിട്ടിരിക്കുന്നത്? ഇതിപ്പോൾ എങ്ങനെ എടുക്കുക? അത് നീ എടുക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്ക്. എടാ അതേ നോക്കിക്കേ, ദേ ഭിത്തിയിലൊരു പീസ്. അമ്മ,
പീസോ എവിടെ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ദേ അങ്ങോട്ട് നോക്കട മണ്ട, ദേ അവിടെ. ആ കൊള്ളാം, എനിക്ക് ഫേസിനെക്കാട്ടി ഇഷ്ടപ്പെട്ട മറ്റു പലതും ആണ്. എന്ത് നിനക്കിഷ്ടപ്പെട്ട എന്താ? പറയടാ പ്ലീസ് പറ. അതൊന്നുമില്ല. എടാ നീ ഇങ്ങനെ ഓരോന്നെ കാണിച്ചെന്ന് പ്രലോഭിപ്പിക്കാതെ, എൻ്റെ കോൺസെൻട്രേഷൻ പോണ്. ഞാൻ എങ്ങനെയെങ്കിലും ഈ ബുക്കൊന്ന് എടുത്തോട്ടെ. ഇപ്പം ഞാൻ കാണിച്ചതെന്നാണോ കുറ്റം? നീ നോക്കിയതിന് കുറ്റമൊന്നും ഇല്ലല്ലേ? നീ ഏത് സ്ഥലം ഉദ്ദേശിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ എന്തായാലും ബുക്ക് എടുക്ക്. ഞാൻ എന്തായാലും ഈ ഫോട്ടോയൊന്ന് ശരിക്കൊന്ന് ആസ്വദിക്കട്ടെ കേട്ടാ. ഓ എന്ത് സ്ട്രക്ചറാ. എൻ്റെ അമ്മ. ഓ ഒന്ന് അലറാതിരിയുടെ തിണ്ടി. എൻ്റെ ദൈവമേ, ഇവൻ തന്നെ കൂവി വിളിച്ച് ഇവിടുത്തെ ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് ആര് പേടിക്കാത്ത? ഓ കുറച്ചു മുമ്പ് നീ അതൊന്നും അല്ലല്ലോ പറഞ്ഞേ. നിൻ്റെ പീസ് ലേഡി ഇപ്പോൾ ഹൊറർ ലേഡി ആയപ്പോൾ നിനക്ക് സമാധാനമായി കാണുമല്ലോ. ഏറെക്കുറെ സമാധാനമായി. എന്താടാ? എടാ അത് പുറകിൽ നിൻ്റെ എന്ത് എന്ത് പുറകെ? വാ എൻ്റെ അടുത്തേക്ക് വാ. അമ്മച്ചി ഞാനിതാ പോണ്. അയ്യോ ജിമിനെ, ജിമിനെ എഴുന്നേക്ക്. ജിമിനെ എഴുന്നേക്ക്. എൻ്റെ പ്രിയതമൻ വന്നോ? വാ നമുക്ക് കല്യാണം കഴിക്കാം. വേഗം വാ, കല്യാണം കഴിക്കാം. വാ വാ. എൻ്റെ അമ്മ പേടിച്ചു പോയല്ലോ. എൻ്റെ ഹാർട്ട്. കല്യാണം കഴിക്കാൻ നിൻ്റെ മറ്റവനെ പോയി വിളിയടി. അതെന്താ നിനക്കെന്നെ കല്യാണം കഴിച്ചാ? ദൈവമേ പണി പാളിയാ. വോയിസ് മോഡുലേഷനൊക്കെ മാറുവാണല്ലോ. നിന്നോടല്ല ഞാൻ ചോദിച്ചേ, നിനക്കെന്താ എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തേ? ദേ ഇങ്ങനെ വോയിസ് മോഡുലേഷനൊക്കെ വരുത്തി ചോദിച്ചാൽ ഞാൻ പേടിക്കത്തൊന്നുമില്ല കേട്ടല്ലോ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? മമ്മി നൈസായിട്ട് പേടിയാവുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ തന്നെ കേട്ടു. അയ്യോ അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയാ. അതാരാ ഇനി അടുത്തത്? അവൻ എന്റെയാ, അവൻ എനിക്കുള്ളതാ. അവനെ ഞാൻ തന്നെ കെട്ടും. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവനെ ആദ്യം കണ്ടത് ഞാനാ. എനിക്ക് തന്നെ വേണം അവനെ. അവനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. അവൻ എന്റെയാ, അവനെ ഞാൻ കെട്ടും. അവൻ നിങ്ങളുടെ രണ്ടുപേരുടെ അല്ല, അവൻ എന്റെയാ. അവനെ ഞാൻ തന്നെ കെട്ടും. അയ്യോ എൻ്റെ ദൈവമേ, ഇതെന്താ ഡസൻ കണക്കിന് പ്രേതങ്ങളോ? നിങ്ങൾ രണ്ടുപേരും എന്റെ വഴിയിൽ നിന്ന് തടസ്സം നിൽക്കാതെ മാറി നിൽക്കുക. എനിക്ക് അവനെ വേണം. അതിന് ഞാൻ സമ്മതിക്കണ്ടേ? അവൻ എന്റെയാ, അവനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. ഇല്ല, ഞാനും വിട്ടുതരില്ല. അവൻ എന്റെയാ, എന്റെയാ. ഇത് തന്നെ പറ്റിയ അവസരം. ഇവരുടെ വഴക്ക് തീരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷേ ജിമിനുണ്ടല്ലോ. എടാ ജിമിനെ ഒന്ന് എഴുന്നേക്ക്. എടാ വേഗം എഴുന്നേക്ക്. ഇവൻ എഴുന്നേക്കുന്നില്ലല്ലോ. എടാ ജിമിനെ എഴുന്നേക്ക്. ആത്മാവ് ഞാൻ നേരത്തെ കണ്ടു. പ്രേതം പ്രേതം. ഓ പ്രേതമല്ല, മണ്ണാങ്കട്ട. എടാ നീ വേഗം ഒന്ന് എഴുന്നേറ്റേ. വാ നമുക്കിവിടുന്ന് പോകാം, എത്രയും വേഗം വാ. ഇല്ല, അവൻ എന്റെയാ. അവനെ ഞാൻ തന്നെ കെട്ടും. എനിക്ക് അവനെ വേണം. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. അവനെ ഞാനേ കല്യാണം കഴിക്കൂ. അവനെ എനിക്ക് വേണം. അയ്യോ ഇതെന്താ? അമ്മേ. എടാ ബോധം കിടരുത്, ബോധം കിടരുത്. എടാ ബോധം കിട്ട നിന്നെ ഞാൻ തന്നെ തല്ലിക്കൊല്ലും. എടാ എഴുന്നേക്ക്. വാ നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോവാം. എടാ അതൊക്കെ ആരാ? അവർ ആരെ കല്യാണം കഴിക്കുന്ന കാര്യമാണ് പറയുന്നേ? അതൊന്നും ഇല്ല, നീ ഫസ്റ്റ് വരാൻ നോക്ക്.
അല്ലെങ്കിൽ നീ അത് അറിഞ്ഞിട്ടേ വരത്തുള്ളെങ്കിൽ നീ ഇവിടെ നിന്നോ, ഞാൻ പോവാ. അയ്യോ വേണ്ട, ഞാനും വരുന്നു. വാ. എന്നാ വേഗം വാ. എടാ ഒന്ന് പയ്യെ പോ, ഞാനും കൂടെ വരുന്നു.